ഹായ് മജത്തീസ്, അസ്സലാമു അലൈക്കും. അപ്പളേ ഇന്ന് നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ, ഇന്ന് ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഉമ്മയാണ് ഫ്രൈഡ് റൈസ് വെക്കാൻ. പിന്നെ ചിക്കൻ ഫ്രൈ. ബീഫ് വാപ്പ മേടിച്ചു ബീഫ് ഇപ്പൊ എടുക്കുന്നില്ല, കാരണം ചിക്കൻ ഉണ്ടല്ലോ, എല്ലാം കൂടി ചിലവാകുന്നില്ല, അതുകൊണ്ട് ബീഫ് മാറ്റി വെച്ചു കേട്ടോ. ഇങ്ങോട്ടേക്കാണേലും ഇത് ഞാൻ ഫ്രൈഡ് റൈസിനായിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മൂപ്പിക്കാൻ നെയ്ക്കാത്തിട്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു, ഇത് വറുത്ത് വെച്ചേക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ആവുമാണ്. അത് ഞാൻ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നല്ലപോലെ അങ്ങോട്ട് കോരി വറുത്തെടുക്കണം. ഞാൻ ഇതിനകത്ത് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതെല്ലാം വറുത്തെടുത്ത് പിന്നെ സവാള ഒന്ന് നമ്മൾ ദം ചെയ്യുമ്പോൾ സവാള വേണമല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും അതെല്ലാം കൂടി ഇട്ടു. പിന്നെ കുറച്ച് സവാള, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ അരി ഞാൻ ഇട്ട് വറുത്തിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ബിരിയാണി ആണോ എന്ന് കേട്ടോ. ഞാൻ ഫോട്ടോ ഒന്ന് ഇട്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിഞ്ഞു. ബിരിയാണിയല്ല, ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ കറി, പിന്നെ പായസം, നമ്മുടെ സേമിയ പായസം എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ സലാഡ്, അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ, അത് കഴിഞ്ഞിട്ട് പപ്പടം കുറേ പൊഴിച്ചിട്ടു. ഇത് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഈ കൊട്ടയെ പൊഴിച്ചിട്ടു. കണ്ടില്ലേ, ഇത് കണ്ട ബിരിയാണി ആണല്ലേ പറയത്തുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടല്ല. അപ്പം ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ ഉമ്മയുടെ വാപ്പയോടും കഴിക്കാമെന്ന് വിചാരിച്ചു. ജുമ അതിന് വാപ്പ വന്നില്ല, വാപ്പ വരും. അപ്പം ഞങ്ങളൊക്കെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.